ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് ഹെർബാലൈഫ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ച് വെയിറ്റ് ലോസ് ചെയ്യുന്ന കുറച്ച് കാര്യത്തിനെ കുറിച്ചിട്ടാണ്. എല്ലാ ആളുകളും തന്നെ ഹെർബാലൈഫ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ച് വെയിറ്റ് ലോസ് ചെയ്യാനായിട്ട് വളരെ വലിയ ആഗ്രഹത്തിലാണ് വരുന്നത്. കൃത്യമായിട്ട് നമുക്ക് റിസൾട്ട് ലഭിക്കണമെങ്കിൽ ഇനി പറയുന്ന ചില കാര്യങ്ങൾ കറക്റ്റായിട്ട് ഫോക്കസ്ഡ് ആയിട്ട് ചെയ്യണം. ഈ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്ക് നല്ല റിസൾട്ട് ലഭിക്കത്തുള്ളൂ. റിസൾട്ട് ലഭിക്കുക മാത്രമല്ല, അതോടൊപ്പം നമുക്ക് കിട്ടിയ റിസൾട്ടിനെ മെയിൻറ്റെയിൻ ചെയ്യുകയും വേണം. എന്നാൽ മാത്രമാണ് ഹെർബാലൈഫ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ച് വെയിറ്റ് ലോസ് പ്രോഗ്രാം ചെയ്യുന്നു എന്ന് പറയുന്നതിൽ അർത്ഥമുള്ളൂ. അതുകൊണ്ട് കൃത്യമായിട്ട് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ച് വെയിറ്റ് ലോസ് സമയത്ത് ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് വെയിറ്റ് ലോസ് ചെയ്യുക. എന്നാൽ മാത്രമാണ് നല്ല റിസൾട്ട് ലഭിക്കത്തുള്ളൂ. അതോടൊപ്പം തന്നെ കിട്ടിയ റിസൾട്ട് നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പൊ നമുക്ക് ഫസ്റ്റ് നോക്കാം, വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കാര്യം ഫോക്കസ്ഡ് ആയിട്ട് കൃത്യമായിട്ട് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് വെയിറ്റ് ലോസ് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷവും ആ കുറച്ച് വെയിറ്റ് നിങ്ങൾക്ക് ലൈഫ് ലോങ് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ആ കാര്യം നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ നമുക്ക് ഫസ്റ്റ് നോക്കുവാണെങ്കിൽ നമുക്ക് എല്ലാവരും തന്നെ വെയിറ്റ് ലോസ് ചെയ്യാനാണ് ഹെർബൽ ലൈഫ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ച് വരുന്നത്. വെയിറ്റ് ലോസ് എന്ന് പറഞ്ഞാൽ വെയിറ്റ് ലോസ് മാത്രമല്ല ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ച് ചെയ്യാൻ സാധിക്കുന്നത്. വെയിറ്റ് ലോസ് ചെയ്യാം, വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാം, അതുപോലെ തന്നെ വെയിറ്റ് ഗെയിൻ ചെയ്യാം, ഹെൽത്ത് ഇംപ്രൂവ്മെന്റ്, ഇങ്ങനെ ഒരുപാട് പ്രോഗ്രാം നമുക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ മോസ്റ്റ് കോമൺ ഹെർബൽ ലൈഫ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ചിട്ട് ഒരു 90% ആളുകളും വെയിറ്റ് ലോസ് പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. അപ്പൊ നമുക്ക് വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് വെയിറ്റ് ലോസ് മാത്രം ഫോക്കസ് ചെയ്യാൻ സാധിക്കത്തില്ല. വെയിറ്റ് ലോസിനൊപ്പം തന്നെ നമ്മുടെ ബോഡിയിലെ വെയിറ്റ് ലോസ്, അതുപോലെ തന്നെ ഫാറ്റ് ലോസ്, അതുപോലെ തന്നെ BMI ലോസ്, ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കുറയ്ക്കുന്നത്. കേവലം പട്ടിണി കിടന്നിട്ട് ഒരു വെയിറ്റ് കുറയ്ക്കുന്ന ഒരു പ്രോസസ്സ് മാത്രമല്ല, നമ്മുടെ ശരീരത്തെ പ്രോപ്പർ ആയിട്ടുള്ള മൂന്ന് പാരാമീറ്റേഴ്സ്, വെയിറ്റ്, ഫാറ്റ്, BMI, ഈ മൂന്ന് കാര്യങ്ങളോടും കൂടിയതാണ് നമ്മുടെ ടോട്ടൽ ബോഡി വെയിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ വെയിറ്റ് ലോസ് സമയത്ത് കൃത്യമായിട്ട് ഈ മൂന്ന് കാര്യങ്ങളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കുറച്ചാൽ മാത്രമാണ് എൻഡ് റിസൾട്ട് ഫാസ്റ്റ് എടുക്കാൻ സാധിക്കത്തുള്ളൂ, നല്ല റിസൾട്ട് ലഭിക്കത്തുള്ളൂ. അതായത് ഈ മൂന്ന് കാര്യങ്ങൾ ഫോക്കസ് ചെയ്ത് നമ്മൾ കുറയ്ക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ബോണസ് റിസൾട്ട് ലഭിക്കാൻ ചാൻസ് കൂടുതലാണ്. അതായത് നമ്മുടെ ഇഞ്ചസ് ലോസ് നടക്കും, നമ്മുടെ ഹെൽത്ത് ഇമ്പ്രൂവ് ആവും, നമ്മുടെ സ്കിൻ ഇമ്പ്രൂവ് ആവും, അതുപോലെ നമ്മുടെ ഒരുപാട് ബോഡി കാര്യങ്ങൾക്ക് മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ്, കൃത്യമായിട്ട് ബോഡി ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നത്. അപ്പൊ നമുക്ക് വെയിറ്റ് ലോസ് മാത്രമല്ല നമ്മളിവിടെ ഫോക്കസ് ചെയ്യണത്, വെയിറ്റ്, ഫാറ്റ്, BMI. പക്ഷെ ഇതിൽ തന്നെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ആ കാര്യം ഫോക്കസ് ചെയ്ത് പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്താൽ മാത്രമാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് പെയിൻ നമുക്ക് ലൈഫ് ലോങ് മെയിൻ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ആ ഒരു കാര്യം എന്താണെന്ന് നോക്കുവാണെങ്കിൽ, സിമ്പിൾ ആയിട്ട് നോക്കുവാണെങ്കിൽ നമ്മുടെ ഫാറ്റ് ലോസ് ആണ്. നമ്മളൊരു വെയിറ്റ് ലോസ് സമയത്ത് വളരെ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് നമ്മുടെ ഫാറ്റ് ലോസിനാണ്. ഈ ഫാറ്റ് ലോസ് ചെയ്യാതെ നമ്മൾ പ്രോപ്പർ ആയിട്ട് വെയിറ്റ് ലോസ് ചെയ്യുമ്പോഴാണ് നമുക്ക് പെട്ടെന്ന് വെയിറ്റ് റീഗെയിൻ ആവുന്നത്. ഇപ്പൊ നമ്മൾ ഒരുപാട് ഡയറ്റ് എല്ലാം കണ്ടു പരിചിട്ടുള്ള ആളുകളാണ്. അപ്പൊ അങ്ങനെയുള്ള ഡയറ്റ്, പട്ടിണി നടന്നിട്ട് ചെയ്യുന്നുണ്ട്, വർക്കൗട്ട് ചെയ്തിട്ട് ഡയറ്റ് എടുക്കുന്നുണ്ട്, അതല്ലെങ്കിൽ ഒരുപാട് കീറ്റോ ഡയറ്റ്, അങ്ങനെ ഒരുപാട് ടൈപ്പ് ഡയറ്റ് നമ്മൾ ഫോളോ അപ്പ് ചെയ്തിട്ട് വെയിറ്റ് ലോസ് ചെയ്യുന്നതാണ്. ഇതിനകത്തെല്ലാം നമുക്ക് വെയിറ്റ് ലോസ് നടക്കും, പക്ഷെ നമുക്ക് പ്രോപ്പർ ആയിട്ട് ആ കുറച്ച വെയിറ്റിന് ലൈഫ് ലോങ് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കത്തില്ല. പക്ഷെ നമ്മളിവിടെ വെയിറ്റ്, ഫാറ്റ്, BMI, പ്രത്യേകിച്ച് ഫാറ്റ് ലോസ് ഫോക്കസ് ചെയ്ത് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് വെയിറ്റിനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്ത് പ്രോഗ്രാം എൻഡ് റിസൾട്ട് എടുക്കുന്നവരെ കൃത്യമായിട്ട് പ്രോപ്പർ ആയിട്ട് പോയാൽ മാത്രമാണ് ഈ ഫാറ്റ് ലോസ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ആ കുറച്ച് വെയിറ്റിനെ നമുക്ക് ലൈഫ് ലോങ് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഫാറ്റ് ലോസ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഹെർബൽ ലൈഫ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ച് നിങ്ങൾ പ്രോഗ്രാം ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഫോക്കസ്ഡ് ആയിരിക്കുന്നത് നിങ്ങളുടെ ഫാറ്റ് ലോസിന് വേണ്ടിയിട്ടാണ്. ഇനി ഫാറ്റ് ലോസ് നമ്മൾ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രോപ്പർ ആയിട്ട് ഫാറ്റ് ലോസ് നടക്കണമെങ്കിൽ കൃത്യമായിട്ട് പ്രൊഡക്റ്റ് യൂസ് ചെയ്യണം. പ്രൊഡക്റ്റ് നമ്മുടെ ബേസിക് ന്യൂട്രീഷൻ മാത്രമല്ല, അഡ്വാൻസ്ഡ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് കൊണ്ട് യൂസ് ചെയ്താൽ മാത്രമാണ് പ്രോപ്പർ ആയിട്ട് ഫോക്കസ്ഡ് ആയിട്ട് ഫാറ്റ് ലോസ് നടക്കത്തുള്ളൂ. നെക്സ്റ്റ് നോക്കുവാണെങ്കിൽ ഡയറ്റ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ യൂസ് ചെയ്യുന്ന ഭക്ഷണങ്ങൾ വളരെ ശ്രദ്ധിച്ച് യൂസ് ചെയ്താൽ മാത്രമാണ് പ്രോപ്പർ ആയിട്ട് ഫാറ്റ് ലോസിന് നമുക്ക് ഫോക്കസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അതായത് ബാലൻസ്ഡ് ഡയറ്റ് കൃത്യമായിട്ട് എടുത്താൽ മാത്രമാണ് ഫാറ്റ് ലോസ് പ്രോപ്പർ ആയിട്ട് നടക്കത്തുള്ളൂ. നെക്സ്റ്റ് വർക്കൗട്ട് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാരണമാണ്. അതുകൊണ്ട് കൃത്യമായിട്ട് വർക്കൗട്ട് ചെയ്യണം. ഫാറ്റ് ലോസ് നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും വർക്കൗട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. വർക്കൗട്ട് ഏതെല്ലാം വർക്കൗട്ടാണ് ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് കോച്ചിനോട് ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ചെയ്യുക. അതല്ലാതെ കാർഡിയോ വർക്കൗട്ട് മാത്രം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫാറ്റ് ലോസ് പ്രോപ്പർ ആയിട്ട് ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പോൾ അത് കോച്ചിനോട് നിങ്ങൾ കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കിയതിനു ശേഷം ചെയ്യുക. പിന്നെ നെക്സ്റ്റ് വരുന്നതാണ് റെസ്റ്റ്. വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത്, ഫാറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത്, BMI ലോസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്രോപ്പർ ആയിട്ട് വേണ്ട റെസ്റ്റ് ആണ്. എല്ലാ കാര്യങ്ങളും പ്രൊഡക്റ്റ് യൂസേജ്, ഡയറ്റ്, വർക്കൗട്ട്, നമ്മൾ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും നമ്മുടെ ശരീരത്തിന് റെസ്റ്റ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. റെസ്റ്റും കൂടെ വന്നാൽ മാത്രമാണ് കൃത്യമായിട്ട് നമുക്ക് ഈ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു റൗണ്ട് കറക്റ്റായിട്ട് വരത്തുള്ളൂ. അതല്ലാതെ നിങ്ങൾ പകുതിക്ക് എവിടെയെങ്കിലും വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് നമുക്ക് ഈ റിസൾട്ട് എടുക്കാനായിട്ട് കറക്റ്റായിട്ട് സാധിക്കത്തില്ല. ഇനി നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ, ഈ ഫാറ്റ് ലോസിന്റെ ഇമ്പോർട്ടൻസ് ഞാൻ പറഞ്ഞു. ഫാറ്റ് ലോസ് ഫോക്കസ് ചെയ്ത് ചെയ്താൽ മാത്രമാണ്, ഫാറ്റ് ലോസിന്റെ ഇമ്പോർട്ടൻസ് ഞാൻ പറഞ്ഞു. ഇനി നെക്സ്റ്റ് നോക്കുവാണെങ്കിൽ ഫാറ്റ് ലോസിനെ കുറിച്ച് പറഞ്ഞു, ഫാറ്റ് ലോസ് ഫോക്കസ് ചെയ്യുന്ന കാര്യത്തിനെ കുറിച്ച് പറഞ്ഞു.
ഈ ഫാറ്റ് ലോസ് ഫോക്കസ് ചെയ്ത് നമ്മുടെ വെയിറ്റ് ലോസ് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമാണ് നമുക്ക് കുറച്ച് വെയിറ്റിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. വെയിറ്റ് മെയിൻറ്റെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെരി വെരി ഇമ്പോർട്ടന്റ് ഒരു ഫാക്ടറാണ്. ഇപ്പൊ നമുക്കൊരു 5 കിലോ കുറഞ്ഞു, 10 കിലോ കുറഞ്ഞു, വീണ്ടും അത് ഗെയിൻ ആയെന്ന് പറഞ്ഞാൽ അർത്ഥമില്ല. അപ്പൊ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് എത്രയാണോ ബോഡി വെയിറ്റ് വേണ്ടത്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 160 സെന്റിമീറ്റർ ഹൈറ്റുള്ള വ്യക്തികൾക്ക് 60 കിലോഗ്രാം ആണ് പാടുള്ളൂ. ആ വെയിറ്റിലോട്ട് എത്തിച്ചതിന് ശേഷം മാത്രം വെയിറ്റ് മെയിൻറ്റെയിൻ പ്രോഗ്രാം ഫോളോ ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ഫാറ്റ് ലോസ് ഫോക്കസ് ചെയ്യുക. അപ്പൊ ഇതെല്ലാം ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഈ കുറച്ച് വെയിറ്റിനെ ലൈഫ് ലോങ് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ ഒരു കാര്യം, നിങ്ങൾ വലിച്ചുവാരി ഭക്ഷണം ത്രൂ ഔട്ട് കഴിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വെയിറ്റ് കൂടുന്നതാണ്. നമ്മൾ ഈ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ എത്ര കാലറി എടുക്കണം, വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ നല്ല ഫോളോ അപ്പ് ചെയ്യണം, ഈ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പറഞ്ഞിട്ടും ഈ കാര്യങ്ങളെല്ലാം ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര കിലോ വെയിറ്റ് ആണോ കുറച്ചത് ആ കുറച്ച് വെയിറ്റിനെ ലൈഫ് ലോങ് മെയിൻറ്റെയിൻ സാധിക്കും. വെയിറ്റ് കുറച്ചാൽ മാത്രമാണ് നമ്മുടെ ഹെൽത്തിനെ ഇമ്പ്രൂവ് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ. അതല്ല, ഒബീസിറ്റി നമ്മുടെ ശരീരത്തിൽ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് നമുക്ക് പിന്നെ പിന്നെ വരാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഫാറ്റ് ലോസ് ചെയ്ത് പ്രോപ്പറായിട്ട് ഫോക്കസ് ചെയ്ത് ഫാറ്റ് ലോസ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഫാറ്റ് ലോസിന് ശേഷം നിങ്ങളുടെ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക. വെയിറ്റ് കൂടാതിരിക്കാനുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് കോച്ചിനോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ചെയ്യുക. എന്നാൽ മാത്രമാണ് ഹെർബാലൈഫ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ച് പ്രോഗ്രാം ചെയ്യുന്നതിൽ അർത്ഥമുള്ളൂ. ഇനി നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ, കറക്റ്റ് പ്രൊഡക്റ്റ് കറക്റ്റ് സമയത്ത് കോച്ച് പറയുന്നതിന് ഉപയോഗിക്കുക. എന്നാൽ മാത്രമാണ് പ്രോപ്പർ ഫാറ്റ് ലോസ് നടക്കത്തുള്ളൂ. അതോടൊപ്പം തന്നെ കോച്ചുമായിട്ടുള്ള കോണ്ടാക്ട് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്ക് ആരാണോ പ്രൊഡക്റ്റ് തന്നത് ആ കോച്ചുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ആ കോച്ചായിരിക്കും നിങ്ങൾക്ക് ഗൈഡ് ചെയ്യുന്നത്, കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. അപ്പൊ നിങ്ങൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്ത് എൻഡ് ചെയ്യുന്ന കൃത്യമായിട്ട് കോച്ചുമായിട്ട് കമ്മ്യൂണിക്കേഷൻ മുന്നോട്ട് കൊണ്ടുപോകുക. കോച്ച് ഇല്ലാതെ ഒരിക്കലും പ്രോഗ്രാം ചെയ്യാതിരിക്കുക. ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും നല്ല റിസൾട്ട് ലഭിക്കാൻ സാധിക്കത്തില്ല. പിന്നെ അതുപോലെ തന്നെ ഡെയിലി ഫോളോ അപ്പ് കാര്യങ്ങളെല്ലാം മോണിറ്റർ ചെയ്ത് കൃത്യമായിട്ട് പോയാൽ മാത്രമാണ് നല്ല റിസൾട്ട് ലഭിക്കത്തുള്ളൂ. അതോടൊപ്പം തന്നെ ഈ ഫാറ്റ് ലോസിന് നമുക്ക് ഫോക്കസ് ചെയ്ത് സാധിക്കത്തുള്ളൂ. അതോടൊപ്പം തന്നെ കുറച്ച് വേണ്ടി ലൈഫ് ലോങ് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്യുക. പിന്നെ പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ എപ്പോഴും ഒരു ഹെർബാലൈഫ് ഡിസ്ട്രിബ്യൂട്ടർ എന്ന് മാത്രം പ്രൊഡക്റ്റ് വാങ്ങുക. എന്നാൽ മാത്രമാണ് ഒറിജിനൽ പ്രൊഡക്ട്സ് നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയാനായിട്ടുള്ളത്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി പ്രതീക്ഷിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ കോൺടാക്ട് ചെയ്യുക. എന്റെ നമ്പറിനെ താഴെ കൊടുത്തിരിക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോ ഉടനെ കാണാം. എല്ലാവരും ഹാപ്പി ഹെൽത്തി മുന്നോട്ട് ട്രാവൽ ചെയ്യുക. താങ്ക് യു.